അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈദ് ബ്ലോഗാണ്. അപ്പോൾ ഈദ് ബ്ലോഗ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു ഈദ് ബ്ലോഗ് അല്ല, ഇതിൽ 3 ദിവസത്തെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 3 ദിവസം വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും എനിക്ക് എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഉള്ള ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയിലൊരു ബ്രേക്ക് വരും, അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മെയ് 26 നമ്മുടെ റിസൾട്ട് വരുന്ന ഡേ ആയിരുന്നു കേട്ടോ. അന്നാണ് ഇപ്പോൾ ഞാൻ ആ മൈലാഞ്ചൊക്കെ ഇട്ടതിരുന്നത്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ പെരുന്നാരാവിൻ്റെ നൈറ്റാണ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഇട്ട മൈലാഞ്ചിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ട് എന്താ പറയുക, ട്യൂബ് പകുതി എത്തുമ്പോഴത്തേക്കും ഭയങ്കര തിക്കായിട്ട് നന്നായിട്ട് പണി വന്നു, കാറ്റൊക്കെ കയറി. അപ്പോൾ പിന്നെ പകുതി വെച്ചിട്ട് ആകെ കുളമായപ്പോൾ പിന്നെ ഞാൻ അതെങ്ങനെയൊക്കെ മുഴുവിച്ചു. അപ്പോൾ നടുവിൽ ഉണ്ടായിരുന്ന ഡിസൈനൊക്കെ മറന്നുപോയി എന്നൊക്കെയാണ് ഇപ്പോൾ ഞാനവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ പെരുന്നാരാവിന് എൻ്റെ പണി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ അല്ല, അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ 2ാം പെരുന്നാളിൻ്റെ അന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടാക്കലാണ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ പണി. അപ്പോൾ നമ്മൾ ബൊക്കറ്റാണ് കൊടുക്കുന്നത്, ചോക്ലേറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പരീക്ഷണമാണ്, എന്താവുന്നൊന്നും അറിയില്ല, എന്നാൽ നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് എൻ്റെ പെരുന്നാളിൻ്റെ പണി ഉണ്ടായിരുന്നത് കേട്ടോ എനിക്ക്. അപ്പോൾ അന്ന് ഫുള്ള് അയവലിരുന്നു. സോ നമ്മൾ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ്, റെഫറൻസ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡയറി മിൽക്ക്, പിന്നെ അതിൻ്റെ താഴെ കിക്കാൻറ്റ്, പിന്നെ ക്രിസ്പെല്ല വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറി മിൽക്കുമ്പോൾ ഞാൻ സ്റ്റിക്കായിട്ട് ഇറുക്കിളിയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇറുക്കിളി ഡയറി മിൽക്കുമ്പോൾ നമ്മൾ ടാപ്പ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തു, ഫിക്സ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മളെല്ലാ ഡയറി മിൽക്കും അതേപോലെ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കിക്കാറ്റ് എടുത്തു. അങ്ങനെ കിക്കാറ്റും ഇതേപോലെ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ക്രിസ്പെല്ലോ 2 ഉണ്ടായിരുന്നത്, അത് എണ്ണം കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു സംഭവം മിസ്റ്റേക്ക് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ സെറ്റാക്കി. അങ്ങനെ നമ്മളത് എന്താ പറയുക, സ്പോഞ്ചിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിലും ടാപ്പ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് അതും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുള്ള് പൊട്ടിച്ച് സെറ്റാക്കി നമ്മൾ ബൊക്കറ്റ് ഷീറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം എനിക്ക് അറിയാണ്ട് ഞാൻ ചെയ്തതാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് എത്തിയപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫൈ ആയിട്ടൊക്കെ, ബിക്കോസ് എന്താ പറയുക, അടിപൊളിയായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലുക്ക് ഞാൻ നാളെ രാവിലെ ഇതിൻ്റെ അന്നായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെയെന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ബർത്ത്ഡേ ഈ 2ാം പെരുന്നാളിനാണെന്നുണ്ടെങ്കിലും നമ്മൾ പെരുന്നാളിൻ്റെ അന്നായിരുന്നു ഇതൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ നമ്മൾ ഗിഫ്റ്റായിട്ട് വേറൊരു സംഭവം ഇതേപോലെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട്, ക്ലിപ്പുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നമ്മളതും വേറെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ പെരുന്നാൾ തലേന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, പിന്നെ നമ്മളുടെ വീട്ടിലിങ്ങനെ എന്താ നാളേക്കുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ റെഡിയാക്കി വെക്കുക, അങ്ങനത്തെ ഇതൊക്കെ കുറവാണ്. എന്തെങ്കിലും എന്താ പറയുക, രാവിലത്തെ കറി അങ്ങനെ ചിക്കൻ കറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നതല്ലാണ്ട് ബിരിയാണി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മളങ്ങനെ തലേ ദിവസം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാറില്ല. ഒക്കെ നമ്മൾ അന്ന് രാവിലെ തന്നെയാണ് ചെയ്യാറുള്ളത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതുമ്പോൾ തന്നെ ആയിരുന്നു ഞാൻ ഫുള്ള്. പിന്നെ എൻ്റെ വക അവൾ നന്നായിട്ട് ക്രോഷറ്റ് ചെയ്യും, അതേപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്യും. സോ ഇങ്ങനത്തെ ഗ്ലൂ, അതേപോലെ സ്റ്റിക്കർ, യാൺ, അങ്ങനത്തെ സാധനങ്ങളും നമ്മൾ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ദീപിക്ക് മൈലാഞ്ചി ഇട്ടെടുത്തു. പിന്നെ ലാസ്റ്റാണ് ഞാൻ മൈലാഞ്ചി ഇതായിരുന്നത്. അപ്പോഴത്തേക്കും ഒരു 12:15 ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ട്യൂബ് കുറേ ഉണ്ട്, പക്ഷെ ഒക്കെ ഇങ്ങനെ എന്താ പറയുക, തിക്കായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, വെള്ളം ഒഴിക്കുന്ന പോലെ ഇങ്ങനെ വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കട്ടിയുള്ള ഡിസൈൻ, ഇങ്ങനത്തെ ഡിസൈനൊക്കെ ആകുമ്പോൾ ആ ഒരു ഇത് നമ്മൾ അത്ര ബാധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ഡിസൈനായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഉറങ്ങുമ്പോഴേക്കും ഒരു 1 മണി 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് ഞാൻ അങ്ങനെ ലേറ്റ് ആയിട്ടൊന്നും പെരുന്നാളൊന്നും ഇരുന്നത് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ദിസ് ഇസ് ഈദ് ഡേ മോർണിംഗ് ആണ്. സോ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ രാവിലെ നമ്മൾ പെരുന്നാളായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അരിയിലായിരുന്നു. അപ്പോൾ നമ്മൾ അരിയിലും കഴിച്ചിട്ടാണ് അന്നത്തെ ദിവസം തുടങ്ങിയിരുന്നത്. പിന്നെ നമ്മൾ കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റി തറവാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്കൊരു കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ നമ്മൾ 2ാം പെരുന്നാളാണെന്നുണ്ടെങ്കിലും നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പെരുന്നാൾ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 3 സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒന്നായിട്ട് റിസൾട്ട് വന്നത്, പിന്നെ താത്താൻ്റെ കേറ്റിട്ട് ക്വാളിഫൈ ആയത്, പിന്നെ അവളെ ബർത്ത്ഡേയും കൂടിയിട്ട് നമ്മൾ ഒരു കേക്ക്, ഒരു റെഡ് വെൽവെറ്റ് അങ്ങോട്ട് മുറിച്ചു. അപ്പോൾ എൻ്റെ റിസൾട്ടിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ എത്രത്തോളം കമൻറ്റ്സ് വരുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ടിനെ പറ്റി പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ബൊക്കറ്റ് കൊടുത്തു. എനിക്ക് ഈ ബൊക്കറ്റ് എന്ന് പറയുമ്പോൾ ശരി വരുന്നുണ്ട്, ഇത് ബക്കറ്റ് ആവുന്നുണ്ടോ എന്നൊരു സംശയം.
അങ്ങനെ അത് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഷീറ്റ് മാത്രം ബാക്കിയായിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ പോയി ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, പിന്നെ അതങ്ങനെയാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ അസോസിയേഷൻ ഞാൻ മറന്നുപോയി. അന്ന് നമുക്ക് മന്തി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മന്തിയുടെ ഫോട്ടോ അവിടെ കാണിച്ചിട്ടുണ്ട്. സോ അത് കണ്ടോളൂ, മന്തി ആയിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി. അതിനുശേഷം പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഫോണിൽ തോണ്ടി, പിന്നെ എന്താ പറയുക, നമ്മൾ കസിൻസൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാളൊക്കെ ആയിട്ട്. അവർക്കൊക്കെ ഇരുന്നിട്ട് ഇതും വർക്ക് പറയലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ബൊക്കറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ അത് എഡിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, എല്ലാ പെരുന്നാളും ഇതൊക്കെ തന്നെയാണ്. നമുക്കൊരു ഫിലിം കാണാനുള്ള മൂഡ് വന്നപ്പോൾ പിന്നെ ഒരു ഫിലിം കാണാതെ കരുതി. അങ്ങനെ മധുവിധു എന്നുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ആളുടെ ഫിലിമാണ് കണ്ടിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഒരു പെരുന്നാൾ ഡേ എന്ന് പറയുന്നത്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക. ആൻഡ് റിസൾട്ടിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എത്രത്തോളം കമൻറ്റ് വരുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇടാൻ കഴിയും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ ബൈ.